ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 24-25. ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖത സർവേഷാം ച മഹീഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരുനിധി. ശ്രീഹരേ നമ. ഏവം ഉക്തഃ, ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട, ഹൃഷീകേശ കൃഷ്ണൻ, ഗുഡാകേശന നിദ്രയെ ജയിച്ച അർജുനെ കൊണ്ട്, ഭാരതവംശത്തിൽ ജനിച്ച രാജാവേ, ഉഭയോ സേനയോഹോ രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിൽ സ്ഥാപയിത്വ കൊണ്ടു നിർത്തിയിട്ട്, രഥോത്തമം അർജുന്റെ ശ്രേഷ്ഠമായ രഥത്തെ, ഭീഷ്മദ്രോണ പ്രമുഖത ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവർ, സർവേഷാം മഹീക്ഷിതാം ച എല്ലാ ക്ഷത്രിയന്മാരുടെയും മുൻപിലായിക്കൊണ്ട്, ഇതി ഉവാച എന്ന് പറഞ്ഞു, പശ്യ കണ്ടാലും, സമവേതാൻ യുദ്ധത്തിനാണ് നിന്നിരിക്കുന്ന പാർത്ഥ അർജുനൻ, ഏതാൻ ഈ കൗരവന്മാരെ, ഏതാൻ എന്ന് പറഞ്ഞാൽ ഇവർ, കുരൂൻ കൗരവന്മാരെ, ലളിതാർത്ഥം. അല്ലയോ ഭരതവംശ രാജാവേ, നിദ്രയെ ജയിച്ചവനായ അർജുനാൽ ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ട കൃഷ്ണൻ, ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ എല്ലാ ക്ഷത്രിയന്മാരും ഉൾപ്പെട്ട രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തായി എല്ലാവരുടെയും മുൻപിൽ അർജുൻ്റെ ശ്രേഷ്ഠമായ രഥത്തെ കൊണ്ടു നിർത്തി. അനന്തരം, അല്ലയോ അർജുന, യുദ്ധത്തിന് അണിനിരന്ന് നിൽക്കുന്ന ഈ കൗരവന്മാരെ കണ്ടാലുമെന്ന് ഭഗവാൻ പറഞ്ഞു. ഉറക്കമില്ലാതെ തപസ് ചെയ്യുവാൻ ശീലിച്ചവനാണ് അർജുനൻ. അർജുനോടൊപ്പം ഭഗവാന്റെ സാന്നിധ്യം തന്നെ തെളിവാണ്. അർജുൻ്റെ രഥം ഖാണ്ഡവദഹനത്തിനു മുമ്പ് അഗ്നിവർണ്ണനെ കൊണ്ട് ദാനം ചെയ്യിപ്പിച്ചതും ഹനുമാന്റെ സാന്നിധ്യമുള്ളതുമാണ് ആ രഥം. അതാണ് ആ രഥത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് രഥോത്തമം, രഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറഞ്ഞിരിക്കുന്നതും. കുന്തിപുത്രനായ പാർത്ഥ ശബ്ദം കൊണ്ട് തന്നെ വളരെയധികം ക്ഷമാശീലനും, തപസ് ആർജിക്കാൻ വളരെയധികം സമർത്ഥനും, ഉറക്കം പോലും ഇല്ലാതെ തപസ് ചെയ്യാൻ കഴിവുള്ളവനും ആണ്. ഇതൊക്കെയാണെങ്കിലും ശത്രുക്കളെ നോക്കിക്കാണാൻ അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശവും ഒപ്പം ലഭിച്ചു. സൈന്യമധ്യത്തിലെത്തിയ അർജുനൻ ആരെയൊക്കെ കണ്ടുവെന്നാണ് ഇനി വിവരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം.